ങ്ങൾക്കിടയിൽ തന്നെ ഭിന്നാഭിപ്രായം ഉയർന്നിരുന്ന ഈ തീരുമാനം നടപ്പാക്കുമെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. ഒരു രാജ്യം ഒരു ഭരണഘടന എന്നതിനൊപ്പം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യവും നേടണമെന്ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പറഞ്ഞു. അതോടൊപ്പം സുപ്രധാനമായ ഒരു മുന്നറിയിപ്പും അദ്ദേഹം നൽകി. രാജ്യത്ത് ജനസംഖ്യാ വിസ്ഫോടനം നടക്കുന്നു. ജനപ്പെരുപ്പമാണ് രാജ്യം നേരിടുന്ന വെല്ലുവിളി. ചെറിയ കുടുംബമുള്ളവരാണ് യഥാർത്ഥ രാജ്യസ്നേഹികളെന്നുകൂടി പ്രധാനമന്ത്രി പറഞ്ഞു. അധികാരം പുനർനിർവചിക്കപ്പെടുന്നു. രാഷ്ട്രീയ ചക്രം അഴിച്ചുപണിയുന്നു. രാജ്യം നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കോ. എൻകൗണ്ടർ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക പ്രഖ്യാപനം. കര, നാവിക, വ്യോമസേനകളുടെ തലപ്പത്തേക്ക് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിനെ നിയമിക്കും. കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് ഒരു രാജ്യം ഒരു ഭരണഘടന എന്ന ലക്ഷ്യത്തിന്. കനത്ത സുരക്ഷയിൽ കശ്മീരിലും സ്വാതന്ത്ര്യദിനാഘോഷം. ഷേർ എ കാശ്മീർ സ്റ്റേഡിയത്തിൽ ഗവർണർ സത്യപാൽ മാലിക് പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ. പ്രളയ ദുരിതാശ്വാസത്തിനും പുനർനിർമ്മാണത്തിനും മുന്നിട്ടിറങ്ങണമെന്ന് മുഖ്യമന്ത്രി. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 33ആയി. ഇന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. സംസ്ഥാനത്ത് മഴ കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യമന്ത്രി. ബ്രിട്ടൻ പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പലിലെ ഇന്ത്യക്കാർക്ക് മോചനം. ഗ്രേസ് 1 കപ്പലിലുണ്ടായിരുന്ന 3 മലയാളികളടക്കം 24 ഇന്ത്യക്കാർ ഉടൻ മടങ്ങിയെത്തും. സ്ഥിരീകരിച്ച് വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയുടെ എതിർപ്പ് തുടരുന്നതിനാൽ കപ്പൽ വിട്ടു നൽകില്ല. സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. പവന് 200 രൂപ കൂടി 28,000 രൂപയായി. ഗ്രാമിന് വില 3,500 രൂപ. രാജ്യാന്തര വിപണിക്കൊപ്പം പ്രാദേശിക വിപണിയിലും വില വർധന. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പൊരുളെന്ത്? ചർച്ചയിൽ BJP നേതാവ് ശ്രീ JR പത്മകുമാർ പങ്കെടുക്കുന്നു. ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, MES ജനറൽ സെക്രട്ടറി ഡോക്ടർ ഫാസൽ ഗഫൂർ, CPIM നേതാവ് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ എന്നിവർ വരുന്നു. ഒപ്പം ബ്രിഗേഡിയർ ഡോക്ടർ മോഹനൻ പിള്ളയും പ്രതിരോധ വിദഗ്ധൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഏറെക്കാലമായി ചർച്ച ചെയ്ത, പല ആവർത്തി ഉയർന്നു വന്നെങ്കിലും പിന്നീട് മാറ്റിവെച്ച ഒന്നായിരുന്നു ഈ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന ഒരു പദവി. ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് രാജ്യം എത്തുന്നു, സർക്കാർ എത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി ഇന്നത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞത്. ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനമാണ്. ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക്, ഇത്രയും കാലം അത് പിന്തുടരാത്ത ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്? അങ്ങനെ ആ ഒരു കാര്യം മാത്രമല്ലല്ലോ. ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി നിരവധി ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പലതും നേരത്തെ ആവശ്യം ഉന്നയിക്കുകയും ചില കാര്യങ്ങളിൽ അന്ന് തീരുമാനമെടുക്കാൻ ആ ഭരണ നേതൃത്വത്തിന് കഴിയാതെ പോയതുമാണ്. ഇപ്പോൾ GST ആയാലും നേരത്തെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. UAPA കാര്യങ്ങളിൽ വരുന്നത് നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ ഓരോ കാര്യങ്ങളും നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിൽ ചിലതിൽ യുക്തമെന്ന് തോന്നിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഗുണകരമാണ് എന്നുള്ളത് അത് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി. ഇപ്പോൾ ഫിനാൻസ് നമുക്കറിയാമല്ലോ, നേരത്തെ ഫിനാൻസ് നിതി ആയോഗ് വന്ന സമയത്തും എതിർപ്പുകളുണ്ടായി. നേരത്തെ പിന്തുടർന്ന് വന്ന വേറെ പല നടപടികളിലും മാറിയിട്ട് അത് തുടരാൻ പാടില്ല. അപ്പോൾ BJP ഗവൺമെൻറ് വേറെ നയങ്ങളിലേക്ക് പോകുന്നു. നിതി ആയോഗ് വന്നിട്ടുണ്ട്, പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ വന്നു. അപ്പോൾ ഇതൊക്കെ പിന്നീട് നിതി ആയോഗ് വന്നപ്പോൾ അത് വളരെ എഫക്റ്റീവായിട്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വളരെ കാലങ്ങളായിട്ടും വന്നിട്ടുള്ളൊരാവശ്യമാണ് ഇത്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ മിലിറ്ററിയുടെ കോർഡിനേഷനെ സംബന്ധിച്ച് അതിൻ്റെ ഇൻറ്റേർണൽ പ്രശ്നങ്ങൾ, അതിൻ്റെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ ഈ മിലിറ്ററിയുടെ ഡിഫൻസ് എക്സ്പെർട്ടുകൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറയാൻ കഴിയും. എന്നിരുന്നാലും ഇത് ഒരു കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നിരവധി തവണ പല സ്ഥലത്തിലും ഇത്തരത്തിലുള്ള ഒരു ആവശ്യം മുന്നിൽ വന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് വന്നിട്ടുള്ള 1999 കാർഗിൽ സമയത്താണ്. ആ സമയത്ത് ഡിഫൻസിൻ്റെ ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. അന്ന്
അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, ഒരു സമിതി ഉണ്ടാക്കി. അവരും ഇക്കാര്യത്തിൽ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട്. 2001 സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിലൊരു കോർഡിനേഷൻ ഓഫ് ചീഫ് ഡിഫൻസ് സ്റ്റാഫ് വേണം എന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ടായിരുന്നു. 2011 UPA ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നരേഷ് ചന്ദ്ര ടാസ്ക് കമ്മിറ്റി നിശ്ചയിച്ചിരുന്നു. അവരുടെയും റെക്കമെൻഡേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റ് പല യൂണിഫൈഡ് ആയിട്ടുള്ള ഈ ഡിഫൻസ് സിസ്റ്റം മറ്റ് പല രാജ്യങ്ങളിലും എഫക്റ്റീവായിട്ട് സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോർഡിനേഷൻ മാത്രമാണ്. ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പ്രചരണങ്ങൾ വരുന്നത്. അത് BJP ഗവൺമെൻറ്റിൻ്റെ ഏത് നിലപാടിനെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ മുത്തലാഖ് വന്നാലും ആർട്ടിക്കിൾ 370 വന്നാലും UAPA വന്നാലും എല്ലാം വേറെ രീതിയിൽ മതപരമായോ മറ്റെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് അതിനെ വേറെ രീതിയിലേക്ക് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിൽ നിന്ന് മറക്കി വയ്ക്കുന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നു. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുമ്പ് ഇങ്ങനെ ഒരു പദവി ഉണ്ടായിരുന്നതാണ്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുകയാണ് അങ്ങനെ ഒരു പദവി വേണ്ടതില്ല എന്നുള്ള തീരുമാനമുണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കാർഗിൽ യുദ്ധസമയത്താണ് ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. അതിനുശേഷം ആ കാലത്ത് BJP സർക്കാരിൻ്റെ കാലത്ത് മുതലാണ് ഈ വിഷയത്തിൽ ഒരു ആലോചന ഉണ്ടാവുന്നത്. 2001 ഈ ആലോചന വീണ്ടും ഉയർന്നു വന്നു. അതിനുശേഷം ഇപ്പോഴിതാ ആ തീരുമാനം നടപ്പാക്കുന്നു എന്ന് പറയുന്നു. ഇതുവരെ തുടർന്നു വന്ന രീതി എന്നത് ഈ 3 സേനാ തലവന്മാർക്ക് ഒരുമിച്ച് കൂടിക്കാണുന്നതിന് പോലും ചില കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നതായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കാര്യമില്ല, അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണോ കൂടുതൽ കേന്ദ്രീകൃതമായ സ്വഭാവത്തിലേക്ക് ഈ സേനയുടെ അധികാരങ്ങളെ പരുവപ്പെടുത്തുന്നത്? സേനയുടെ അധികാരങ്ങളെ പരിമിതപ്പെടുത്തുന്നത് മാത്രമല്ല, ഇതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ കൂടി വരുമോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പെർട്ടൊന്നുമല്ല. പക്ഷേ എന്നാൽ പോലും സർവ്വസൈന്യാധിപൻ എന്ന് പറയുന്നത് രാഷ്ട്രപതിയായിട്ടാണ് നമ്മളുടെ സമൂഹം വിലയിരുത്തുന്നതും അതുതന്നെയാണ് ഭരണഘടനയ്ക്കകത്ത് ഉൾക്കൊള്ളുന്നതും. അങ്ങനെ വരുമ്പോൾ ഇവിടെ 3 സേനാ വിഭാഗങ്ങളെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ചീഫ് ഓഫ് ഡിഫൻസായിട്ട് ഒരു വ്യക്തിയെ വെക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ വന്നാൽ ഈ ആൾ ആരോട് റിപ്പോർട്ട് ചെയ്യണം? ഇപ്പോൾ നമ്മളുടെ കരസേനാ മേധാവി എന്ന് പറയുന്ന ഒരു ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു വിഭാഗത്തിൻ്റെ തലവനാണ്. ആ കരസേനാ മേധാവി ഈ പറയുന്ന ചീഫ് ഓഫ് ഡിഫൻസിൻ്റെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി വന്നാൽ അവരെ തരം താഴ്ത്തുന്നതിന് തുല്യമായി വരില്ലേ ഇത്? മാത്രമല്ല, പണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്തുകൊണ്ടില്ല, അല്ലെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ മുമ്പിൽ അവർ ചെന്നിരുന്ന ആളുകൾ അവരിപ്പോൾ പുതിയ ഒരു ഇടത്താവളത്തിൽ പോയി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള നിലയിലേക്ക് വരുന്നത് നമ്മളുടെ ആർമി വിഭാഗത്തിലുണ്ടാകാവുന്ന അസ്വസ്ഥത എത്രയായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. നിശ്ചയമായും ആലോചിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു വലിയ പോസ്റ്റ് ഇവിടെ സ്ഥാപിക്കാൻ പറ്റുമോ? നമ്പർ 1. നമ്പർ 2, ഈ 3 സേനാ വിഭാഗങ്ങളെ കൂടി ഒരുമിപ്പിക്കുന്ന വ്യക്തി അതൊരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു പോസ്റ്റിലേക്കാണ് വരുന്നത്. ആ പവർഫുൾ പോസ്റ്റിലേക്ക് വരുന്നയാൾ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന തീരുമാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ പോലും ബാധിക്കും എന്നുള്ള കാര്യത്തിൽ എന്താ തർക്കം? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ഒരു സേനാ മേധാവിയായിരിക്കെ, കരസേനാ മേധാവിയായിരുന്നതിന് ശേഷം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്യുന്ന രാജ്യമാണ്, ആ സംവിധാനമാണ് നമ്മുടേത്. അതായത് വ്യക്തമായ രാഷ്ട്രീയ നിലപാടോടെ തന്നെ ഈ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ആ രാഷ്ട്രീയ താല്പര്യമോ അത്തരം നിലപാടുകളോ ഒക്കെയുള്ള ഒരു വ്യക്തി ഈ മുഴുവൻ അധികാരങ്ങളെയും കൈപ്പിടിയിൽ ഒതുക്കുന്ന തരത്തിലേക്ക് ആ പദവിയെ രൂപപ്പെടുത്തിയാൽ അത് ഗുരുതരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കില്ലേ? അത് തന്നെയാണ് എൻ്റെ ചോദ്യം. എൻ്റെ പ്രസക്തമായ ചോദ്യം അതാണ്. ഇപ്പോൾ 3 സെപ്പറേറ്റായിട്ട് ഇതിനെ നിർത്താനുള്ള കാരണം എന്താ? 3 ആളുകൾ ഒരുമിച്ച് കൂടരുത്, 3 ആളുകൾ ഒരുമിച്ചൊരു തീരുമാനമെടുക്കരുത്, ആ 3 ആളുകളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു യുദ്ധഭൂമിയിലേക്ക് പോകരുത്, ഒരു ആഭ്യന്തര കലഹത്തെ നേരിടുന്നതിന് വേണ്ടി 3 ആളുകൾക്കും ഒരുമിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയരുത്. അതുകൊണ്ട് അതിനെ 3ആയി നിർത്തിയത് ബുദ്ധിയില്ലാത്ത ആളുകൾ ചെയ്ത ഒരു അവിവേകമാണ് എന്നുള്ള രൂപത്തിലേക്ക് അതെടുക്കുമോ? അതിനേക്കാൾ വ്യത്യസ്തമായി രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം അതുതന്നെയായിരിക്കണം അവർ നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ആണ് ഇതിൻ്റെ എല്ലാം തലപ്പത്ത് വരേണ്ട സർവ്വസൈന്യാധിപൻ എന്നുള്ള നിലയിലേക്ക് വന്നാൽ രാജ്യത്തിൻ്റെ ഒരു ആധിപത്യം ഇവരുടെ മേൽ നിൽക്കുകയാണ്. അവർക്കതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. അതേസമയം ഒരു ബ്യൂറോക്രാറ്റിനെയോ
ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഈ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന അരക്ഷിതത്വം എത്രയായിരിക്കും, സേനയിലുണ്ടാകുന്ന അച്ചടക്ക രാഹിത്യം എത്രയായിരിക്കും, അത് രാജ്യം എവിടെ പോയി നിൽക്കും എന്നുള്ളതിന് നിർത്തും നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ സേനാ തലവന്മാരിൽ ഒരാളെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്ന സ്വഭാവത്തിലായിരിക്കും ഇതിനെ വാർത്തെടുക്കുക എന്നതാണ്. പക്ഷേ സേനാ തലവന്മാർക്ക് തന്നെ അവർ തന്നെ പിന്നീട് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളിലേക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്കും ഒക്കെ പോകുന്നത് കണ്ടതുകൊണ്ടാണ് ആ ഒരു ആശങ്ക ഞാൻ ചോദിച്ചത് താങ്കളോട്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ഇപ്പോൾ ബ്രിഗേഡിയർ ഡോക്ടർ മോഹൻ പിള്ള നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ പിള്ള, ഇത് വികസിത രാജ്യങ്ങൾ അല്ലെങ്കിൽ വിവിധ ജനാധിപത്യ രാജ്യങ്ങളിൽ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ മുന്നോട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട വാദം. അതുകൊണ്ട് തന്നെ ഇത് നടപ്പാക്കുന്നതിൽ തെറ്റില്ല. ഇന്ത്യയെപ്പോലെ സുശക്തമായ ഒരു ജനാധിപത്യ സംവിധാനമുള്ള രാജ്യത്ത് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന വിലയിരുത്തലാണ് ഉയർന്നത്. അത് എത്രത്തോളം ശരിയായിരിക്കും ഇന്ത്യൻ സേനയെ സംബന്ധിച്ചിടത്തോളം? ബ്രിഗേഡിയർ, അതാണ് ഒരു സംശയം. ഇത് ഭരണഘടനാപരമായി എത്രത്തോളം നിലനിൽക്കുന്ന ഒന്നാണ് എന്നതാണ് ഒന്നാമത്തെ ആശങ്ക. മറ്റൊന്ന്, മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പോൾ 3 സേനാ മേധാവികൾ ഒരുമിച്ച് കാണണമെങ്കിൽ പോലും അതിന് ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യം മാറിമറിയുമോ? 3 സേനാ പ്രശ്നം ഇത് പ്രസിഡന്റ് എന്നത് നിരന്തരം എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന സ്വഭാവത്തിലല്ലല്ലോ പരുവപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലല്ല നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. ഒരു ചീഫ് ഓഫ് മുഴുവൻ ഈ എല്ലാ സേനാ വിഭാഗങ്ങളുടെയും അധിപൻ എന്ന നിലയ്ക്ക് നിരന്തരം ഇടപെടുന്നില്ല. മാത്രമല്ല, ഒരു സൈനിക ഇടപെടൽ എന്നത് ജനാധിപത്യ സർക്കാരാണ് ആ വിഷയത്തിൽ ഏത് തരത്തിൽ ഇടപെടണം എന്ന തീരുമാനം അടക്കം എടുക്കുന്നത്. ഇവിടെ അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ 3 പേരും ഒരുമിച്ച് കാണരുത് എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഈ 3 പേരുടെയും അധികാരം ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥ വരുന്നത്. അപ്പോൾ ഈ 3 പേരും ഒരുമിച്ച് കാണരുത് എന്ന സാഹചര്യത്തിനപ്പുറത്ത്, അല്ലെങ്കിൽ ആ ആശങ്ക എല്ലാം ഒഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം പരുവപ്പെട്ടോ എന്നുള്ളതാണ്. ഇത് 3 പേരും ഒന്നിച്ച് കാണരുത് എന്നുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഇട്ടിട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നെയ്ബറായിട്ടുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ മിലിറ്ററി പവറായി. അതുകൊണ്ട് അത് ഒരു കാരണവശാലും അങ്ങനെ ഒരു 0.1% പോലും ഇന്ത്യയിൽ സ്ട്രോങ് സുദീർഘമായിട്ടുള്ള ഡെമോക്രസി നിലനിർത്തണമെന്നുള്ള ഒറ്റ ഒരു ഉദ്ദേശത്തിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ കൂടിയായിട്ടുള്ള ഫോർമർ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആഗ്രയിൽ നിന്ന് ഒരു ബ്രിഗേഡ് ഡൽഹി സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്തു. AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അത് മൂവ് ചെയ്തത് പിന്നെ ക്ലാരിഫൈ ചെയ്തു ഓപ്പറേഷണൽ മൂവ് ഒന്നും അല്ലായിരുന്നു, ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയുള്ള മൂവ് ആയിരുന്നു. അപ്പോൾ തന്നെ പൊളിറ്റീഷ്യൻസ് എല്ലാവരും കൂടി വളരെ സ്ട്രോങ് ആയിട്ട് അത് ഓപ്പോസ് ചെയ്തു. അപ്പം ഇങ്ങനെയുള്ള ഒരു കാരണവശാലും ആൻ എലമെന്റ് ഓഫ് ഡൗട്ട് പോലും ഇന്ത്യയിൽ ഉടലെടുക്കരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഈ കൺസെപ്റ്റ് വെച്ചിരിക്കുന്നത്. ഡോക്ടർ മോഹൻ പിള്ള, അപ്പോൾ ആ സാഹചര്യം മാറിമറിയല്ലേ? ഈ അധികാരങ്ങൾ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അങ്ങനെ ഒരു സൈനിക നീക്കം ഉണ്ടാവണമെങ്കിൽ അയാൾ ആലോചിച്ചാൽ മതി എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ മാറുകയല്ലേ? ഈ കാരണവശാലും അത് എങ്ങനെയാണ് അത് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ആശങ്കയും സംശയവും എല്ലാം നിലനിൽക്കുക തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എല്ലാം ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ നടപ്പാക്കുക എന്നത്, അല്ലെങ്കിൽ എല്ലാം ഒരു സിംഗിൾ പോയിന്റിൽ നിന്ന് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് മാറ്റി തീർക്കുക എന്നതാണ് ഓരോ തീരുമാനങ്ങളുടെയും പിന്നിൽ. നേരത്തെ ശ്രീ JR പത്മകുമാർ ആ വിഷയത്തെ വിശദീകരിച്ചപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഇപ്പോൾ GST അടക്കം അതെല്ലാം അനുകൂല ഘടകങ്ങളായി വരും എന്ന് തന്നെയാണ് പൊതുവെ ഇടതുപക്ഷം അടക്കം വിലയിരുത്തിയത്. അങ്ങനെ അതടക്കമുള്ള വിഷയങ്ങളിൽ ഓരോന്നായി എടുത്താൽ ഒരു കേന്ദ്രീകൃത സ്വഭാവത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഒരാളെ നിയമിക്കുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, വലിയ കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഈ അധികാരങ്ങൾ മുഴുവൻ ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്കയുണ്ട്. പിന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനം എന്നത് തൊട്ട് മുമ്പ് AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ഒരു സൈനിക നീക്കം ആ മട്ടിൽ സംശയകരമായ സൈനിക നീക്കം ഉണ്ടാവാൻ പാകത്തിനുള്ള ഒന്ന് മാത്രമാണ് എന്നുകൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് പത്മകുമാർ പറഞ്ഞ കാര്യം ഇത്ര മാത്രമാണ്. അമിതാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സൈനിക ശക്തിയായിട്ട് നമ്മുടെ രാഷ്ട്രഘടനയെ തന്നെ പുനർനിർമ്മിക്കാനുള്ള ശ്രമമാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2 പ്രശ്നങ്ങൾ ഇതിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. 1992 ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സംയുക്ത സൈനിക സഹകരണത്തെ സംബന്ധിച്ച ചർച്ച
നടക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ആയിരുന്ന മിസ്റ്റർ കിക്ലേറ്റർ നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ അത് നമ്മൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. കിക്ലേറ്റർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. ഇന്ത്യൻ സേനയെ അമേരിക്കയുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഇന്ത്യൻ സേനയ്ക്ക് ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഉണ്ടാവണം എന്നുള്ളത്. അമേരിക്ക ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേക ഏഷ്യയിലെ തന്നെ നമ്മുടെ അയൽ രാജ്യം പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവിടുത്തെ ജനാധിപത്യപരമായ ഒരു രീതിയിലുള്ള മുന്നേറ്റങ്ങളെയും സാധ്യമല്ലാത്ത രീതിയിൽ സൈനിക സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ ഉണ്ടാക്കുന്നത്, അതിന് ഏറ്റവും പ്രധാനമായിട്ട് അവരെ സഹായിക്കുന്ന എന്താണ്? പട്ടാളത്തിൻ്റെ അധികാരമാണ്. പട്ടാളത്തിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ ജനാധിപത്യം തകരും എന്നുള്ളതാണ് നമ്മൾ ഭരണഘടനാപരമായി ഈ കാര്യത്തിൽ ചില നിബന്ധനകൾ ഉണ്ടാക്കാൻ കാരണം. ആ നിബന്ധനകൾ ഇവിടെ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ വളരെ പ്രസക്തമാണ്. ഇത് നമ്മുടെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന, ഭരണഘടനയുടെ തന്നെ വ്യവസ്ഥകളെ തന്നെ നിഷേധിക്കുന്ന ഒരു പ്രഖ്യാപനമാണ്, അതും സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രം നിൽക്കില്ലല്ലോ. ഒരു രാജ്യം, ഒരു ഏകരാജ്യ സിദ്ധാന്തം മുന്നോട്ട് വെക്കുകയാണ്. എന്താ ഈ ഏകരാജ്യ സിദ്ധാന്തം എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രപരമായ ബഹുസ്വരതയെ, വൈവിധ്യത്തെ അംഗീകരിക്കുന്ന ഫെഡറൽ മൂല്യങ്ങൾ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രമാണ്. ഫെഡറൽ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ രാഷ്ട്രഘടനയെ തകർത്ത് അമിതാധികാരത്തിൽ അധിഷ്ഠിതമായ ഒരു സൈനിക രാഷ്ട്രമാക്കി, ഒരു സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായ രാഷ്ട്രമാക്കി നമ്മുടെ രാജ്യത്തെ മാറ്റാനാണ് അവർ ശ്രമിക്കുന്നത്. അതൊരു ഹിന്ദു രാഷ്ട്ര അജണ്ടയാണ്. ആ ഹിന്ദു ജനാധിപത്യപരമായ പ്രവർത്തനങ്ങളുടെ മാത്രം ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ കഴിയില്ല. സൈനിക ശക്തിയെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ മാറ്റാൻ കഴിയണം. ആ രീതിയിൽ നമ്മുടെ സൈന്യത്തിൽ വളരെ നല്ല രീതിയിലുള്ള ഇടപെടലുകൾ എത്രയോ കാലമായിട്ട് RSS നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇന്ത്യ സ്വതന്ത്രയാകുമ്പോൾ അതിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചാണ് സ്വതന്ത്രമാകുന്നത്. പാകിസ്ഥാനിൽ സൈനിക അട്ടിമറി നടന്നു. സൈനിക തലവൻ അവിടെ ഭരണം വിമർശിക്കപ്പെട്ട ഒരു സൈനിക നീക്കം തന്നെ ആ മട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അധികാരങ്ങൾ ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതിനോടാണോ താങ്കൾ യോജിക്കുക? ഇതിന് രണ്ട് വശമുണ്ട്. ഒന്ന് സാങ്കേതികമായിട്ടുള്ള വശമാണ്, അതായത് ഇന്റർ സർവീസസ് ആയിട്ടുള്ള കോർഡിനേഷനെ പറ്റിയിട്ടുള്ള വിഷയം. അത് ബ്രിഗേഡിയറോടെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ അതിൽ ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് പട്ടാളക്കാരെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പക്ഷേ ഒരു മുന്നറിയിപ്പ് ഇതിനെപ്പറ്റി നൽകാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയും പാകിസ്ഥാനെ പറ്റി ചിലരൊക്കെ പറയുന്നത് കേട്ട് അവിടുത്തെ തന്നെ നമുക്ക് പോകാലോ. എന്താ സംഭവിച്ചത്? പാകിസ്ഥാനിൽ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ഓഫ് പാകിസ്ഥാൻ ആണ് അവിടുത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫിഗറായി വന്നത്. ആദ്യം നമുക്കറിയാം ജനാധിപത്യത്തിനെ കത്തിവെച്ചത് ആദ്യം അയൂബ് ഖാൻ ജനാധിപത്യത്തെ കത്തിവെച്ചു. അങ്ങനെയാണ് മിലിറ്ററി കൂവിലൂടെ. അതിനുശേഷം വേറൊരു മിലിറ്ററി ക്രൂ നടക്കുന്നു. എവിടെ? നമ്മൾ സിയാഉൽ ഹക്കിനെ ഒരുപാട് ജനറൽമാരെ സൂപ്പർസീഡ് ചെയ്തുകൊണ്ട് മറ്റേ ഭുട്ടോ അവിടുത്തെ കമാൻഡർ ഇൻ ചീഫ് ആക്കുന്നു. ആ സിയാഉൽ ഹക്ക് ഭുട്ടോയെ തകർക്കുന്നു അല്ലേ. എന്നിട്ട് അദ്ദേഹം അവിടെ ഇത് വരുന്നു. അവസാനം മുഷറഫ് അതേമാതിരി തന്നെ വരുന്നു. ഈ ഒരു വ്യക്തിയിൽ ആക്കരുതെന്നാണ് വെസ്റ്റേൺ നമ്മുടെ ഇത് ആർമികളിലുള്ള മുന്നറിയിപ്പ്. എന്താ, ഞാനതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2ാം ലോക മഹായുദ്ധകാലത്തും 1ാം ലോക മഹായുദ്ധകാലത്തും മാത്രമേ ജനറൽ ഓഫ് ദ ആർമീസ് എന്നുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതായത് ഡ്വൈറ്റ് ഡേവിഡ് ഐസൻഹോവർ, നമുക്കറിയാം 2ാം ലോക മഹായുദ്ധകാലത്ത് കംപ്ലീറ്റ് അലൈഡ്, അതായത് ബ്രിട്ടനും ഫ്രാൻസും എല്ലാം കൂടെ അതിന് മൊത്തമായിട്ടുള്ള ഒരു അധികാരം ഡ്വൈറ്റ് ഡേവിഡ് ഐസൻഹോവർ നൽകി. നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹം പിന്നീട് അമേരിക്കൻ പ്രസിഡന്റുമായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സുപ്രീം അതോറിറ്റി എന്ന് പറഞ്ഞിട്ടൊരു അതോറിറ്റിയെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആർമിയിൽ, മനസ്സിലായില്ലേ, ആ വ്യക്തിയെ പിന്നീട് ഭയക്കണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരും. ഇനി വേറെ സംശയം എനിക്കുണ്ട്. ഇതൊരു പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിലോട്ടാണ് നമ്മൾ പോകണമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ അങ്ങനെയും കൂടെ ചിന്തകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിന് എതിർക്കാനൊന്നുമില്ല, അതിന് ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട്, അത് അതിലോട്ട് പോകുന്നില്ല. പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിലോട്ട് ഇന്നത്തെ സംവിധാനം ഒഴിവാക്കിക്കൊണ്ട് പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പ്രസിഡൻറ്റും അദ്ദേഹം നിയമിക്കുന്ന കമാൻഡർ ഇൻ ചീഫും ആയിരിക്കും ടോട്ടലി ഇൻചാർജ്. ചിലപ്പോൾ അങ്ങോട്ടും കൂടെ മാറി നിൽക്കും, നേരത്തെ പറഞ്ഞ മാതിരി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹിറ്റ്ലറെ കൂടെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താ ചെയ്തിട്ടുള്ളത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം, മനസ്സിലായില്ലേ, അവിടുത്തെ എല്ലാ മിലിറ്ററി പോസ്റ്റുകളിലോട്ടും സുപ്രീം കമാൻഡറുമായിട്ടുമൊക്കെ അദ്ദേഹം നിയമിച്ചത് ഗോയറിങ്ങിൻ്റെ എന്ന് പറഞ്ഞിട്ടുള്ള എയർ മാർഷൽ ഗോയറിങ്ങാണ് സുപ്രീം കമാൻഡർ. അപ്പോൾ ഇതെന്താ പറ്റുമെന്ന് വെച്ചാൽ ഇതൊരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. കാരണം നമ്മുടെ സിസ്റ്റം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നാവികസേന വേറെ, അതായത് ഒരു
ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിനെതിരായിട്ടാണ് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മറ്റുള്ള വശങ്ങളിലോട്ടില്ല, ഞാൻ അതിൻ്റെ രാഷ്ട്രീയ വശവും ഞാൻ കടക്കുന്നില്ല. കാരണം അതൊരു എല്ലാത്തിലും നമ്മൾ രാഷ്ട്രീയം കൂട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. മനസ്സിലല്ലേ? ഇതൊരു സാങ്കേതികമായിട്ടുള്ളൊരു വിഷയമാണ്, ഇൻ്റർ സർവീസസ് തമ്മിലുള്ള സാങ്കേതികമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എല്ലാ രാജ്യങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് ഈ മിലിറ്ററി സുപ്രീം കമാൻഡേഴ്സ് എന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാരാണ് പിന്നീട് ആ രാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നത്, ആ രാജ്യങ്ങളുടെ രാഷ്ട്രീയം പിടിച്ചെടുക്കുന്നത്. എന്തായാലും ആ ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമോ ഈ അവസ്ഥ എന്നതാണ് ഡോക്ടർ മോഹനൻ പിള്ളയും നേരത്തെ പങ്കുവച്ച ഒരു ആശങ്ക. കാരണം ഒരു സൈനിക നീക്കം നടത്താൻ ഇയാൾക്ക് കഴിയുന്ന തരത്തിലേക്ക്, അതായത് ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് അപ്പുറത്താണോ ഈ ഒരു സ്ഥാനം എന്നുള്ള ആശങ്കയടക്കമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഇത് ഒരു പ്രസിഡൻഷ്യൽ ഭരണത്തിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഓരോ ചുവടുവയ്പ്പുമാണ് ഇത് എന്നതാണ് നേരത്തെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞത്. അത് ആ മട്ടിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത് എന്നും വേണമെങ്കിൽ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ് എന്ന ഇനി അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും സുപ്രധാന സ്വപ്നമായിട്ടുള്ള വിഷയത്തെ തന്നെ നമുക്ക് എടുത്തു വായിച്ചാൽ അത് നടപ്പാക്കണമെങ്കിൽ തന്നെ പ്രസിഡന്റ് രാജ്യം ഭരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം എന്ന് തന്നെയാണ്. നീതി ആയോഗ് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ സുപ്രധാനമായ നിർദ്ദേശം, അല്ലെങ്കിൽ നമുക്ക് ആദ്യം എടുത്തു വായിക്കാവുന്ന നിർദ്ദേശം എന്നത് ഒരു നിശ്ചിത കാലത്തേക്കെങ്കിലും പ്രസിഡന്റ് രാജ്യം ഭരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും എന്നതാണ്. അപ്പോൾ അതിലേക്കുള്ള പോക്കാണ്, അതിൻ്റെ ഭാഗമാണ് ഈ നീക്കങ്ങൾ എന്ന ആശങ്കയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിനു മുമ്പ് ഹർഷനോട് എനിക്ക് പറയാനുള്ളത്, 3 പേരും ഭാഗ്യമായി താങ്കളും ഈ പ്രസംഗത്തിനെ വേറൊരു രീതിയിൽ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയം എനിക്ക് തരണം, അതല്ലെങ്കിൽ ഇത് ഏകപക്ഷീയമായി പോകും. തീർച്ചയായും തരും. ഞാൻ താങ്കളിലേക്ക് ഈ വിഷയത്തിൽ തന്നെ ഈ ഒരൊറ്റ പോയിന്റ്, നമ്മൾ പല പോയിന്റിൽ പോകുന്നുണ്ട്, പക്ഷേ ഈ പോയിന്റിൽ താങ്കളുടെ രണ്ടാമത്തെ അവസരത്തിലേക്കാണ് വന്നത്. പറഞ്ഞോളൂ. അതെ, ഈ ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യം പാകിസ്ഥാനുമായി താരതമ്യം ചെയ്തത് അത് അദ്ദേഹത്തിന് പറ്റിയ പെശകാണ്. കാര്യം ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ വെട്ടിമുറിച്ചു മതാന്ധത മാത്രം പുലർത്തുന്ന ഒരു രാജ്യത്തുണ്ടായിട്ടുള്ള അപജയം നമ്മുടെ ജനാധിപത്യ പ്രക്രിയ വളരെ ഭംഗിയായി പോകുന്ന ഈ ഒരു സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തെ പ്രവർത്തനവുമായി താരതമ്യപ്പെടുത്താൻ ഒരിക്കലും പറ്റില്ല. പാകിസ്ഥാനിൽ അവിടെ എങ്ങനെ ഉണ്ടായി, ഓരോ സമയത്തും മിലിറ്ററി കൂപ്പ് ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തേണ്ടതില്ല. പിന്നെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞൊരു കാര്യം, അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു നിലപാടാണ്. നമ്മുടെ ആദ്യത്തെ ഗവർണർ ജനറലായിരുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെയും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് ധാർമ്മികത എന്ന് ചോദിച്ചാൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എടുക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമായിരിക്കും എന്നുള്ളതാണ്. ഈ കുഞ്ഞിക്കണ്ണൻ്റെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഓശാന പാടുന്ന ദുർബലമായ ഒരു ഭരണകൂടവും ഒരു നേതൃത്വമായിരിക്കണം ഇന്ത്യക്ക് വേണ്ടത് എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പോഴും അവർക്ക് ഇന്ത്യൻ ശക്തമാകുന്നതിന് താല്പര്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രസംഗം അത് വിവാദമായതാണ്, മീഡിയ ചർച്ച ചെയ്തതാണ്. അതിൽ പറഞ്ഞൊരു കാര്യം, ചൈനയ്ക്കെതിരെ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും എല്ലാവരും കൂടി സംഘടിക്കുന്നു എന്നാണ് ഇന്ത്യയിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത് പാർട്ടി സമ്മേളനത്തിൽ. അപ്പോൾ അവരുടെ നിലപാട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇത് ഞാൻ ഈ പറഞ്ഞത്, ഇപ്പോഴും ഈ 3 സൈന്യത്തിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ഡിഫൻസ് സെക്രട്ടറിയാണ്. ഈ കോർഡിനേറ്റ് ചെയ്യുന്നത് ഡിഫൻസ് സെക്രട്ടറിയാണ്. പക്ഷേ ഡിഫൻസ് സെക്രട്ടറിക്ക് ഒരു സൈനിക നീക്കത്തിന്, അതായത് ഇത്തരം അസ്വാഭാവികമായ ഒരു സൈനിക നീക്കത്തിന് അത്ര എളുപ്പം കഴിയില്ല എന്ന അവസ്ഥയുണ്ട്. ഞാൻ താങ്കളുടെ അവസരത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെ ഡിഫൻസ് സെക്രട്ടറിക്ക് അങ്ങനെ ഇടപെട്ട് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയില്ല. പിന്നെ നേരത്തെ ഡോക്ടർ മോഹനൻ പിള്ള പറഞ്ഞത് താങ്കൾ കേട്ട് കാണുമല്ലോ, ഈ ആശങ്കയും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞാൽ ഡിഫൻസ് സെക്രട്ടറിയാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്, അതൊരു ബ്യൂറോക്രാറ്റാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഏതെങ്കിലും ഒരു മിലിറ്ററി ഒരു ആർമി വിചാരിച്ചാൽ മാത്രം ഇവിടെ എന്തെങ്കിലും സൈനിക ഇത് നടത്താൻ പറ്റുമോ? എയർഫോഴ്സ് വിചാരിച്ചാൽ മാത്രം നടത്താൻ പറ്റുമോ? നേവി മാത്രം നടത്താൻ പറ്റുമോ? ഇതിലെടുക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഒരു മിലിറ്ററിയിലെ ആർമിയുടെ കഴിവുള്ള ഒരു വലിയ ആളാണ് മുകളിൽ ഇരിക്കുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകാൻ പറ്റുമോ? നേവിയുടെ ഒരാൾ വലിയ കഴിവുള്ള ആളാണ്. തീർച്ചയായും. പക്ഷേ അഡ്വക്കേറ്റ് JR പത്മകുമാർ, ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത് അസ്വാഭാവികമായ ഒരു സൈനിക നീക്കം കഴിഞ്ഞ AK ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് എന്നത് പറഞ്ഞല്ലോ. അതിപ്പോ ആർക്ക് വേണമെങ്കിലും ഏത് കോർഡിനേഷൻ ഉണ്ടായാലും ഇവരെല്ലാം പരസ്പരം കണ്ടില്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് തീരുമാനം എടുക്കാം. അത് വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. ഇവിടുത്തെ ഒരു പ്രശ്നം,
പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന, പോളിസി ഡിസിഷൻ എടുക്കുന്നത് ഗവൺമെന്റ് ആണ്, ബ്യൂറോക്രാറ്റ്സ്, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്. സർവ്വസൈന്യാധിപതി യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. ഈ വാം ഫോഴ്സിന്റെ ഏറ്റവും മുകളിലുള്ള ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടില്ല. ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഇടയിൽ നിന്ന് തന്നെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളിന് ചുമതല കൊടുക്കുന്നുണ്ട്. നേരത്തെ മോഹൻ പിള്ള പറഞ്ഞ എന്താ, 2001 തന്നെ മിനിസ്ട്രി ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ തീരുമാനം അനുസരിച്ച് ഒരു ഡിഫൻസ് സ്റ്റാഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ഇന്റഗ്രേറ്റ് ഡിഫൻസ് സ്റ്റാഫ്. പക്ഷേ അധികാരമില്ല. ഇത് മുഴുവൻ അധികാരങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു. പിന്നെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് താങ്കൾ തന്നെ പറഞ്ഞു, മതമാണ് പാകിസ്ഥാനെ ഇങ്ങനെ ഒരു കുഴപ്പത്തിൽ കൊണ്ടു ചാടിച്ചതെന്ന്. മതം ഒരു ഹിന്ദു പാകിസ്ഥാനാണെങ്കിൽ, അല്ലെ, ഒരു മുസ്ലിം പാകിസ്ഥാനെ പോലെ ഒരു ഹിന്ദു ഇന്ത്യ എന്ന മട്ടിൽ കാര്യങ്ങൾ മാറുമോ എന്ന ആശങ്ക പറയുന്നത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ട ഹർഷൻ, നിങ്ങൾക്ക് വ്യക്തിപരമായി അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനലിൽ ഒരു പൊതു വേദിയിൽ ഇരുന്നിട്ട് അങ്ങനെ ഹിന്ദു അല്ലല്ല ഈ ആശങ്കയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒരുപാട് പേർക്ക് ഉന്നയിക്കാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, മുത്തലാഖ് വന്നപ്പോ മുസ്ലിമിനെതിരാണെന്ന് പ്രചരിപ്പിച്ചവരല്ലേ? അവരതും പറയും, അതിന്റെ അപ്പുറവും പറയും. നമുക്ക് ഈ എല്ലാ അദ്ദേഹം പ്രസംഗിച്ചു പോയ തീർച്ചയായും അദ്ദേഹം പ്രസംഗിച്ചു പോയ മുഴുവൻ വിഷയങ്ങളിൽ നമുക്ക് ഒരു തവണയെങ്കിലും പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ദയവായി ഇടപെട്ടുണ്ട്. ഒരൊറ്റ കാര്യം കൂടി അല്ലല്ല താങ്കളിലേക്ക് തന്നെയാണ് ഒരൊറ്റ കാര്യം കൂടി, വളരെ പെട്ടെന്ന് ഒരു കാര്യം കൂടി. ഇപ്പോഴും ഡിഫൻസ് സെക്രട്ടറിയാണ് ആൻസറബിൾ. ഇത് ഡിഫൻസിന്റെ കോർഡിനേഷന് ഇതിനകത്തുനിന്ന് തന്നെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ പെർമനന്റ് ആയിട്ട് ഒരാളുടെ ചെയർമാൻഷിപ്പിൽ കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. ഇത് വേറെ വലിയ കാര്യമൊന്നുമില്ല. പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്നത് തീർച്ചയായും അതൊരു കേന്ദ്രീകൃത സംവിധാനമാവുന്നു. ഞാൻ താങ്കളിലേക്ക് അടുത്ത വിഷയത്തിലേക്ക് വരികയാണ്. JR പത്മകുമാർ, 2016 ജനുവരി 19 ഗുവാഹത്തി IIT-യിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇങ്ങനെയാണ്: ലോകരാഷ്ട്രങ്ങളുടെ കയ്യിൽ പണവും വ്യവസായങ്ങളുമുണ്ട്, പക്ഷേ യുവജനങ്ങളില്ല. 2030 കഴിഞ്ഞാൽ ഇന്ത്യക്ക് ആഗോളതലത്തിൽ മാനവശേഷി വിതരണം ചെയ്യാൻ കഴിയും. ആ ദിനങ്ങൾ വിദൂരമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതങ്ങനെയല്ല ചെയ്യേണ്ടത്. പ്രയോജനപ്പെടുത്തേണ്ടത്, ഈ മാനവ വിഭവശേഷിയെ ഇന്ത്യ പ്രയോജനപ്പെടുത്തേണ്ടത് ഇവിടെ തന്നെ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടാണ്, ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി ഇന്ത്യയെ മാറ്റിക്കൊണ്ടാണ് എന്നൊക്കെ വെറും 3 വർഷം മുൻപ് ഇന്ത്യയുടെ ഈ ജനസംഖ്യയെക്കുറിച്ച് അഭിമാനം കൊണ്ട പ്രധാനമന്ത്രി ഇന്നിപ്പോൾ വളരെ പെട്ടെന്ന് ഇന്ത്യ ജനസംഖ്യാ വിസ്ഫോടനത്തിലാണ് എന്ന് പറഞ്ഞതിന് കാരണം എന്താണ്? അത് താങ്കൾ മനസ്സിലാക്കാനുള്ളത്, ഇനി ഒരു 10 വർഷമോ 15 വർഷമോ കഴിയുമ്പോൾ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിൽ കൂടുതൽ 60% ആളുകൾ എന്ന് പറഞ്ഞാൽ 18-നും 35 വയസ്സിനും ഇടയ്ക്കുള്ള ആളുകളായിരിക്കും. നമ്മുടെ ഇപ്പോൾ പുതിയ ആരോഗ്യ സംരക്ഷണവും മറ്റു കാര്യങ്ങളും ബന്ധപ്പെട്ട് ഡെത്ത് റേറ്റ് ഇത് കുറയുകയാണ്. അങ്ങനെ വരുമ്പോൾ അടുത്ത ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഇന്ത്യയുടെ ഇതിൽ വരുമ്പോൾ 18-നും 35-നും ഇടയ്ക്ക് ആളുകളുടെ ജനസംഖ്യ 60 കോടിയിൽ അധികം വരും. ഇത് 2026 ആകുമ്പോഴേക്ക് 17 കോടി വൃദ്ധരുണ്ടാവും എന്നതാണ് കണക്ക്. 2026 ആകുമ്പോഴേക്ക്, അല്ല ഞാൻ ആ കണക്കിലാണ്, അല്ല 60 കോടി എന്ന് പറയരുത്. അതുകൊണ്ടാണ് 60 കോടി എന്നത് തെറ്റായ കണക്കാണ്. 17 കോടി 18 കോടി 2026 ആകുമ്പോഴേക്ക്. വൃദ്ധര കാര്യമല്ല പറഞ്ഞത്, 18-നും 35-നും ഇടയ്ക്കുള്ള ഒരു. അല്ല, ഈ 3 വർഷം മുൻപ് നരേന്ദ്രമോദിക്ക് ഇതേക്കുറിച്ചൊരു ധാരണ ഇല്ലായിരുന്നോ? 3 വർഷം മുൻപ് അദ്ദേഹം അഭിമാനം കൊള്ളുകയായിരുന്നു. അല്ല, ഞാനൊന്ന് പറയട്ടെ കർഷൻ, നിങ്ങൾ മിടുക്കൻ തന്നെ. ഞാൻ സമ്മതിച്ചു, നിങ്ങൾക്ക് ഡാറ്റാസ് ഒക്കെ ഉണ്ട്. എനിക്കൊന്ന് പറയാനൂടി അവസരം തരിക. അല്ല, താങ്കളാണ് പറയുന്നത്. തീർച്ചയായും പറഞ്ഞു നിങ്ങളെ കഴിവുകൾ. അല്ല, ഞാൻ നിങ്ങൾക്ക് അവസരം അതിനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല. അല്ല, വിരോധമില്ല, എനിക്കതിൽ വിരോധമില്ല. ഞാൻ പറഞ്ഞത്, എന്റെ അറിവ് വെച്ച് പറഞ്ഞത് 18-നും 35-നും ഇടയ്ക്കുള്ള വർക്ക് ഫോഴ്സ് ഒരു 60 കോടിയിലധികം ആളുകൾ വരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയ. ഒരു 10-15 വർഷം കഴിയുമ്പോൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് നേരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവർ മറ്റു പല രീതിയിലേക്ക് പോകും. ഇപ്പൊ പാകിസ്ഥാനിൽ സംഭവിക്കുന്നതും മറ്റു പല സ്ഥലത്തും സംഭവിക്കുന്നതും വരും. അതുകൊണ്ടാണ് ഇവിടെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബായി വേണം. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ വളരെ പെട്ടെന്ന്, പക്ഷെ ജയ അത് ആഗ്രഹിക്കുന്നത് തെറ്റില്ല, അത് ആഗ്രഹിക്കണം, ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാകുന്നത് നല്ലതാണ്. നമുക്ക് വലിയ കരുത്തുണ്ട്, യുവജനങ്ങളുടെ വലിയ കരുത്തുണ്ട്. ഇതെല്ലാം അദ്ദേഹം 3 വർഷം മുമ്പ് പറഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അടിയന്തരമായി ഈ ജനന നിരക്ക് നിയന്ത്രിക്കണം എന്നതാണ്. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രണം വേണമെന്ന് അദ്ദേഹം ഒരു പ്രസംഗത്തിൽ പറയുന്നത് വലിയ അപരാധമാണോ? അല്ലല്ല, അതിനുവേണ്ടി പദ്ധതികൾ നടപ്പാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്.
അതിനുവേണ്ടി പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അല്ല, പദ്ധതികൾ എങ്ങനെ വേണം, പദ്ധതികൾ എന്ന് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഇദ്ദേഹം സഞ്ജയ് ഗാന്ധി നടത്തിയ നടപടികളൊന്നും ആയിരിക്കില്ല. അറിയില്ല എന്ത് പദ്ധതിയിലേക്കാണ് പോകുന്നത് അറിയില്ല. പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് നിർത്താനുള്ള പദ്ധതിയാണല്ലോ എന്തായാലും. അതുകൊണ്ട് അത് എന്താണ് പദ്ധതി എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ജനസംഖ്യാ വിസ്ഫോടനത്തിലാണോ രാജ്യം? അടിയന്തരമായി ഇവിടെ ജനസംഖ്യ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? എന്താണ് പ്രധാനമന്ത്രി ലക്ഷ്യമിടുന്നത്? ഞാൻ തിരിച്ചു വരാം ശ്രീ JR. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും പവർഫുൾ ഫോഴ്സാണ്. ആ ജനസംഖ്യ നമുക്ക് രാജ്യത്തിന് ഉപകാരപ്രദമായി വിനിയോഗിക്കുന്നതിനകത്തെ ടാലൻ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പം നമുക്ക് ആളുകളുണ്ട് എന്ന് വരികിൽ മാത്രമേ അവർക്ക് വർക്ക് ഫോഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പം വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താ? ജനസംഖ്യയുടെ കുറവാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അറബ്സ് ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? ജനസംഖ്യയിലെ കുറവാണ്. ആ ജനസംഖ്യ കുറവുള്ളത് കൊണ്ട് അവർക്ക് ജോലി ചെയ്യുന്നതിന് വേണ്ടി ആളുകളെ, തദ്ദേശവാസികളെ കിട്ടുന്നില്ല. ഇന്ത്യയിൽ ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലേക്ക് വരുന്നു എന്നുള്ളത് വലിയ പാപമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അനിയന്ത്രിതമായ രൂപത്തിലേക്ക് പോകുന്നതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഓരോ സന്ദർഭങ്ങളിലും ഓരോ ഗവൺമെൻറ്റുകൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇപ്പോഴെടുത്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പെട്ടെന്നുള്ള ഒരു തോന്നൽ എന്തടിസ്ഥാനത്തിലാണ് അത് ദുരൂഹമാണ് എന്നുള്ള നിലയിലേക്കുള്ള വ്യാഖ്യാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പ്രധാനമന്ത്രിയാണ് തുറന്നു പറയേണ്ടത്. കാരണം ഇന്നത്തെ സന്ദർഭത്തിൽ നമ്മൾ എന്തിരുന്ന് ആലോചിക്കുമ്പോൾ ഈ ജനസംഖ്യയിലെ വർധനവിനെ എവിടെയാണ് ഉന്നം വെക്കുന്നത് എന്നുള്ളത് അതെ. JR 2016 നിങ്ങൾക്ക് ഈ അഭിപ്രായമില്ല. 2019 ആകുമ്പോഴേക്കാണ് ഈ അഭിപ്രായം. അതുകൊണ്ടാണ് അദ്ദേഹം ദുരൂഹത ആരോപിക്കുന്നത്. അല്ല, അന്ന് പറഞ്ഞത് ഇവിടുത്തെ യുവജനങ്ങളെ വർക്ക്ഫോഴ്സാക്കി മാറ്റണമെന്നല്ലേ പറഞ്ഞത്? അല്ല, ജനസംഖ്യ കൂട്ടണമെന്നാണ് പറഞ്ഞത്. തിരുവഞ്ചൂർ പറഞ്ഞോളൂ. പത്മകുമാർ, ഞാൻ ഡയറക്റ്റായിട്ട് തന്നെ ചോദിക്കുകയാണ്, ജനസംഖ്യ കുറവ് ഒരു രാജ്യത്തെ ശക്തിപ്പെടുത്തുമോ? ഇല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ജനസംഖ്യ നമുക്ക് ഒരു രാജ്യത്തിന്റെ വർക്ക്ഫോഴ്സിന്റെ രാജ്യത്തിന്റെ ആവശ്യമാണ്. ആ രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യം സ്വാഭാവികമായിട്ടും അതിന് രാജ്യത്തിന് ഭീഷണിയായി മാറും. പല കാര്യത്തിലും അവർക്ക് അങ്ങനെ നിസ്സാരമായി പറയുകയല്ലായിരുന്നു. ജയർ കേട്ടതാണല്ലോ. ദേശസ്നേഹിയായി ആരായിരിക്കും? കുട്ടികൾ കുറവുള്ള ആളാണ് ദേശസ്നേഹി എന്ന് അദ്ദേഹം കൃത്യമായി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു. അതൊരു ചെറിയ കമന്റ് അല്ല. അതിലെന്താ തെറ്റ്? നിങ്ങൾ കാണുന്ന ഒരു അർത്ഥമില്ല, നിങ്ങൾ കാണുന്ന വേറെ അർത്ഥമുണ്ട്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ ജയറിലേക്ക് വരാം. തിരുവഞ്ചൂർ പറഞ്ഞ് അവസാനിപ്പിക്കും. തിരുവഞ്ചൂർ പറഞ്ഞോളൂ. ഈ ശരിയും തെറ്റും അറിയണമെന്നുവരികിൽ ഇന്ത്യ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത് പറയുന്നു? അദ്ദേഹം പറയാൻ എന്തെങ്കിലും ഡേറ്റാസ് എടുത്തിട്ടുണ്ടാകുമല്ലോ. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അല്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ദിവസം വെളിവ് വന്നതുപോലെ പറയുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? എന്ത് ഡേറ്റയാണ്? ഏത് ജനസംഖ്യയാണ് കൂടിയിട്ടുള്ളത്? ആരുടെ ജനസംഖ്യയാണ് കൂടിയിട്ടുള്ളത്? എന്തിനെ കുറയ്ക്കാനാണ് തീരുമാനമെടുക്കുന്നത്? ആ തീരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിക്ക് ഗുണകരമാണോ എന്നുള്ളതാണ്. ഇനി ജനസംഖ്യ മാത്രമായി എടുത്തു നോക്കിയാൽ എൻ്റെ ഇപ്പോഴേയുള്ള സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം, ജനസംഖ്യാ വർധനവ് ഒരു രാജ്യത്തിന് ഹാനികരമല്ല. അവരെ പക്ഷേ വർക്ക് ഫോഴ്സാക്കി മാറ്റുന്നതിനകത്തുള്ള ഭരണാധികാരികളുടെ കഴിവുകേടാണ് സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു ബാധ്യതയായി മാറുന്നത്. അതുപോലെ പ്രായമായവർക്ക് വേണ്ട സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ ഏർപ്പെടുത്തി അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതുകൂടിയാണ് ഒരു മികച്ച സർക്കാരിൻ്റെ ലക്ഷണം. അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത് ഒരു രാജ്യത്ത്. അതല്ലാതെ ജനം കൂടുന്നത് വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ചൈന പിന്നീട് ആളെ കൂട്ടാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പോലെ കൂട്ടേണ്ടി വരും. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എന്തായിരിക്കും സർക്കാർ ലക്ഷ്യമിടുന്നത്? ദേശസ്നേഹി എപ്പോഴും കുറച്ച് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കൂ എന്നാണ് പറയുന്നത്. ഹർഷൻ, ഇതും ഒരു രാഷ്ട്രീയമാണ്. ഈ സൈനികവൽക്കരണമായാലും യുദ്ധമായാലും ഒക്കെ അതൊരു മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതേപോലെ തന്നെ തങ്ങളുടെ വർഗീയ അജണ്ടയിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ് മിസ്റ്റർ നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. മോഡിയുടെ ഈ പ്രസ്താവന നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. നമ്മളത് കാണാൻ പോവുകയാണ്. എന്താ നരേന്ദ്രമോദി പറഞ്ഞത്? നരേന്ദ്രമോദി പറഞ്ഞ കാര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ശശികല ടീച്ചറെ പോലുള്ള ആളുകൾ ഈ കേരളത്തിൽ ഒട്ടാകെ പ്രസംഗിച്ച് നടന്ന കാര്യം എന്താണെന്നുള്ളത്. കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ഒരാൾ, ഗിരിരാജ് സിംഗ് എന്നാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരും തോന്നുന്നു,
അദ്ദേഹം എന്താ പറഞ്ഞത്? 2 കുട്ടികളിലധികമുള്ള ആളുകൾക്ക് വോട്ടവകാശം പോലും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതൊരു RSS അജണ്ടയാണ്, BJP അജണ്ടയാണ്. ഇതിൻ്റെ രാഷ്ട്രീയത്തെ കാണാതെ നമ്മളെന്താണ് ഈ ഇരുട്ടിൽ കരിമ്പൂച്ചയെ തപ്പുന്നത് പോലെ ഒരു ചർച്ച നടത്തിയിട്ടും കാര്യമില്ല. ഇതൊട്ടും സാങ്കേതികമല്ല. ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയുടെ, കൃത്യമായ ഒരു മതരാഷ്ട്ര അജണ്ടയുടെ, ഒരു വിദ്വേഷ രാഷ്ട്രീയ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞതെന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യമാണ്. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളും ജനസംഖ്യ നിയന്ത്രിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ജനസംഖ്യാ വർധനവിനെ, ജനപ്പെരുപ്പത്തെ സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ ഒരു പ്രശ്നമായിട്ടാണ് സമീപിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ. എന്താ നരേന്ദ്രമോദി പറഞ്ഞത്? രാജ്യത്തിൻ്റെ പുരോഗതിക്ക് തടസ്സമാണ് ജനസംഖ്യ വർദ്ധിക്കുന്നത് എന്നാണ്. രാജ്യം മുരടിപ്പിലേക്കും തകർച്ചയിലേക്കും പോയത് ജനസംഖ്യ വർദ്ധിച്ചതുകൊണ്ടല്ല. ഏതാനും വിരലെണ്ണാവുന്ന കോർപ്പറേറ്റുകൾ രാഷ്ട്രത്തിൻ്റെ സമ്പത്താകെ, ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമ്പത്താകെ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. രാഷ്ട്രസമ്പത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് ചോർന്നു പോകുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് രാജ്യം ഇന്ന് നേരിടുന്ന സാമ്പത്തിക മുരടിപ്പിനും വികസന പ്രതിസന്ധിക്കും കാരണം. അത് പരിഹരിക്കാൻ കഴിയാത്ത നരേന്ദ്രമോദി വളരെ സമർത്ഥമായിട്ട് രാജ്യം നേരിടുന്ന വികസന പ്രതിസന്ധിയെ, സാമ്പത്തിക പ്രതിസന്ധിയെ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരായിട്ട് അവരുടെ എണ്ണം കൂടുന്നതാണ്, അവരുടെ ജനസംഖ്യ കൂടുന്നതാണ് എന്ന രീതിയിൽ തിരിച്ചുവിടാനുള്ള ഒരു ഹെയ്റ്റ് പൊളിറ്റിക്സിൻ്റെ അജണ്ടയിൽ നിന്നാണ് സമർത്ഥനായ നരേന്ദ്രമോദി ഇന്ന് ചെങ്കോട്ടയിൽ ഈ കാര്യം പറഞ്ഞത് എന്നത് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളെയും ജനാധിപത്യവാദികളെയും സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രതിഷേധമുണ്ടാവേണ്ട കാര്യമാണെന്നാണ് വ്യക്തമാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ കുടുംബാസൂത്രണം അതെങ്ങനെയാണ് രാജ്യസ്നേഹത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതിന് പദ്ധതികൾ കൂടി വരുന്നുണ്ട്. അതിൽ വളരെ രസകരമാണ്. രാജ്യസ്നേഹവും കുടുംബസൂത്രനുമായിട്ട് എന്താ ബന്ധം എനിക്ക് മനസ്സിലായില്ല. വെറുതെ തട്ടിവിട്ടാണ് മനസ്സിലായി. പക്ഷേ തട്ടിവിട്ടതല്ല, അതിൻ്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. അത് കുഞ്ഞിക്കണ്ണൻ ഓൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പക്ഷേ അതിൻ്റെ കറക്റ്റ് കണക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. ഇപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിലൊക്കെ ഇലക്ഷൻ പോകുമ്പോൾ പറയും ഹം 5 वो 25. അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ 5 പേര്, അവർ 25 പേരാണ്. അവരാരാന്നുള്ള നമുക്ക് മനസ്സിലായല്ലോ. ഞാനത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ആരാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഇതിനൊക്കെ സർവേ ഉണ്ട്, നാഷണൽ സർവേ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കഴിഞ്ഞ 50 വർഷമായിട്ട്, 50 വർഷങ്ങൾക്കോ 70 വർഷങ്ങൾക്കും മുമ്പോ ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ആവറേജ് കുട്ടികളുടെ എണ്ണം 3 ഇപ്പോൾ മുസ്ലിമുകളുടെ 4. പക്ഷേ 60-70 കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ അത് കിടക്കുന്നത് 2.5 കുട്ടികളുടെ സ്റ്റേജിൽ ഹിന്ദുക്കളും 3 കുട്ടികളുടെ സ്റ്റേജിൽ മുസ്ലിം. 2.8 കൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് ഫിഗേഴ്സ് ഓർമ്മയില്ല, എൻ്റെ കയ്യിൽ ഫിഗേഴ്സ് കയ്യിലില്ലാത്തതിനെ കൊണ്ട്. അപ്പോൾ എല്ലാ മതങ്ങളിൽ പെട്ടവരുടെയും ഫെർട്ടിലിറ്റി റേറ്റ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ. ഞാൻ ഡോക്ടറും കൂടിയാണല്ലോ, അപ്പോൾ എനിക്കറിയാമല്ലോ. അപ്പോൾ ഇനി വേറെ ആരും കയറി ഇടപെടേണ്ട ആവശ്യമില്ല, ഞാൻ ഡോക്ടറെയാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്സ് ഉപയോഗിക്കുന്നത്. ദി ആവറേജ് ഫെർട്ടിലിറ്റി റേറ്റ് ഒരു കമ്മ്യൂണിറ്റിയുടെ നമ്മൾ കണക്കാക്കുകയാണ്. ആ കമ്മ്യൂണിറ്റി റേറ്റിൻ്റെ ഫെർട്ടിലിറ്റി റേറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരാശരി ഇന്ത്യയിൽ ഇപ്പോൾ 2 ഉള്ളൂ. അപ്പോൾ ഈ ചാടിക്കറിയിട്ട് ഇനി കൂടുതലുള്ളതായിരിക്കാന്ന് പറയുക. ലാലു പ്രസാദ് യാദവിന് 8 കുട്ടികളുണ്ട്, കരുണാനിധിക്ക് 6 കുട്ടികളുണ്ട്. അപ്പോൾ ഇത് പെറ്റുപെരുകണം, എല്ലാവരും പെറ്റുപെരുകണമെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പെറ്റുപെരുകൽ മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു സമുദായം കുറച്ച് വൈകിട്ടാണ് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളത്, ഇപ്പോഴല്ലേ. അപ്പോൾ അവരെല്ലാവരും സഹകരിച്ച് പോവാണ്. അതിൽ ചൈന പോളിസി നമുക്ക് എടുക്കാൻ വേണമെച്ചാൽ തെറ്റൊന്നുമില്ല. ചൈനയിൽ 2 ചൈൽഡ് പോളിസി അല്ലെങ്കിൽ 1 ചൈൽഡ് പോളിസി എന്നൊക്കെ പറഞ്ഞ് നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ അവരത് ഇപ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കണക്കും കൂടെ ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടിയില്ലായിരിക്കും. അടുത്ത കണക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ ഇങ്ങനെ പെറ്റുപെരുകയാണെങ്കിൽ ഒരു ഹിന്ദു മെജോറിറ്റി നഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം വരുന്നത്. നമ്മൾ കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 1% ഇൻക്രീസ് ഓഫ് ദ മുസ്ലിം പോപ്പുലേഷൻ ഓവർ 10 ഇയേഴ്സാണ്. അത് പക്ഷേ ഇപ്പോൾ താഴത്തോട്ട് കുറഞ്ഞ് ഇപ്പോൾ 0.5% ഇൻക്രീസ് ആയിട്ട് കുറഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടെങ്കിൽ തന്നെ മുസ്ലിം ഫെർട്ടിലിറ്റി ഇങ്ങനെ തന്നെ കൂടിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് മുസ്ലിങ്ങൾക്ക് 3 കുട്ടികളും ഹിന്ദുക്കൾക്ക് 2 കുട്ടികളും അല്ലെങ്കിൽ 2-2.5 എന്നുള്ളത് നമ്മൾ കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 400 കൊല്ലം വരും മുസ്ലിം മെജോറിറ്റി ഇന്ത്യയിൽ ഉണ്ടാവാനായിട്ട്. ഇതൊക്കെ കറക്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള 400 കൊല്ലം ഒരു മുസ്ലിം അന്നത്തേക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടാവുമോ? ഈ മതങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടാവാൻ പോണത്, അല്ലേ? ഇതൊന്നും നമുക്കറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ വെറും ഒരു ഭയമാണ്, അല്ലെങ്കിൽ ഒരു ഭയം സൃഷ്ടിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം പറയാം, അതിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഇപ്പോൾ പത്മകുമാറിന് അനുകൂലമായിട്ടും ഞാൻ പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു ഭീതി ഉണ്ടായിരുന്നു, അല്ലേ? ഇന്ത്യയുടെ വിഭജന കാലത്ത് അവിടെ നമ്പേഴ്സ് കൗണ്ട് ചെയ്തിരുന്ന കാലത്ത് ചില ഹിന്ദു സംഘടനകൾക്ക് ഉണ്ടായിരുന്ന ഒരു ഭീതിയായിരുന്നത് എന്തായിരുന്നത്, ഇവിടെ ഒരു മുസ്ലിം മെജോറിറ്റി ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇന്ത്യയിൽ?
എന്നുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. എല്ലാവരും ഇപ്പം ഞാനടക്കം എൻ്റെ സിസ്റ്റേഴ്സ് 2 പേർക്ക് ഈ 2 കുട്ടികളുള്ളൂ. എനിക്ക് ലേശം ഒന്ന് കൂടുതലുണ്ട്. എനിക്ക് 3 ഇനിയിപ്പോൾ അടുത്ത തലമുറ എൻ്റെ കുട്ടികളാകുമ്പോൾ അവർക്ക് 2 ഉള്ളൂ. 2 പേർക്കും എൻ്റെ 2 കുട്ടികൾക്ക് ഈ 2 കുട്ടികൾ വീതമുള്ളൂ. എനിക്ക് കുട്ടികൾ ഇനി ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഫാമിലി പ്ലാനിങ് ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത് അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം എടുത്തിട്ടുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഒന്നും എടുത്തിട്ടുള്ള ഒരു മാറ്റർ അല്ല, ഒരു പോളിസി. സ്വാതന്ത്ര്യ ദിനത്തിൽ തന്നെ അത് എടുത്തിടുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ഈ ഹം പാഞ്ച് വോ പച്ചീസിന്റെ തുടർച്ച, ആ ചിന്തയുടെ തുടർച്ചയാണോ അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം? ഇതെല്ലാം വളരെ അപകടകരവും വളരെ ദുരുദ്ദേശപരവുമാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഈ രീതിയിൽ ആംഗിളിൽ പോകുന്നത്. കാരണം പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ 730 കോടി ജനങ്ങൾ ഒരു ലോകത്തുള്ളപ്പോൾ അതിൽ 130-140 കോടി ജനങ്ങൾ ഇന്ത്യയുടെ സംഭാവനയാണ്. അപ്പോൾ അത് നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ജനസംഖ്യാ വിസ്ഫോടനത്തിലേക്ക് പോകും. അതുകൊണ്ട് ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്തണം, അതിനൊരു സന്ദേശമായി പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അതിനെ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം മതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് പറഞ്ഞ് വളരെ സങ്കുചിതവും അപകടകരവുമായ ഒരു വീക്ഷണമാണ്. ഇപ്പോൾ ഫസൽ കപൂർ പറഞ്ഞതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, തുടർച്ചയായി BJP നേതാക്കളാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. BJP നേതാക്കൾ ഈ ആരോപണം നിരന്തരം ഉന്നയിക്കുന്നത്. കേരളത്തിൽ ഞാൻ പറയട്ടെ, KP ശശികല അടക്കമുള്ളവർ ഈ പ്രസംഗം എല്ലാ കവലകളിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ലല്ല, ഏകപക്ഷീയമാകുന്നേ ഇല്ല. ഞാൻ താങ്കളുടെ അവസരത്തിലേക്ക് വരുന്നത് ഇല്ലില്ല. പല വിഷയങ്ങളിലും പല സമുദായത്തിന്റെയും പല പാർട്ടിയുടെയും നേതാക്കന്മാർ പറയുന്ന പ്രസംഗങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അതൊന്നും എടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നു. അല്ലല്ല, ഈ വിഷയം പറയുന്നത് എന്തായാലും കേരളത്തിലെ BJP നേതാക്കളാണ്, അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളാണ്. പറഞ്ഞ എന്താ 5 മിനിറ്റ് തന്നാൽ ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളെ ഞാൻ തീർത്തു തരാമെന്ന് പോലീസ് മാറി ആദ്യം പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ വിഷയം അങ്ങ് മാറ്റും. പരസ്പര സഹകരണ സംഘങ്ങളെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അല്ല, കേരളത്തിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കാര്യങ്ങളായിട്ടുള്ള പ്രസംഗങ്ങളും വീഡിയോകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട, അത് വേറൊരു തലത്തിലേക്ക് പോകും. പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം, അതിനെ നിങ്ങൾ വർഗീയമായി കാണണ്ട. ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ്. അവർക്കൊക്കെ ഇപ്പോഴും അവരുടെ ഫാമിലികളിൽ പോകുന്നതാണ്. അവർക്കൊക്കെ 2 കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് അതേസമയം പല ഹിന്ദു കുടുംബത്തിലും 2-ൽ കൂടുതൽ കുട്ടികളുണ്ട്. നിങ്ങൾ ആദിവാസി ഊരുകളിലേക്ക് ചെന്ന് നോക്കൂ, എത്ര കുട്ടികളാണുള്ളത്. ഇപ്പം തന്നെ ഫസൽ കപൂർ പറഞ്ഞത്, ചില ആളുകളുടെ പേര് പറഞ്ഞല്ലോ, അവരൊക്കെ എത്ര 6, 8, 10 മക്കളുള്ള ഹിന്ദു കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് നമുക്ക് ഈ വലിയ രീതിയിലുള്ള ഒരു വിസ്ഫോടനം ഉണ്ടാകുന്നത്. രാജ്യ നന്മ എന്നത് പറയുന്നു, രാജ്യസ്നേഹം എന്നത് ഈ കുട്ടികളുടെ എണ്ണം കുറയ്ക്കലാണെന്ന് പറയുമ്പോൾ തന്നെ ഈ ആശങ്ക, ഇങ്ങനെ ഒരു ആശങ്ക, ഈ ഒരു ചർച്ചയിലേക്ക് ഇങ്ങനെ ഒരു ആശങ്ക വരുന്നത് എങ്ങനെയാണ്? അത് സംഘപരിവാർ നേതാക്കൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് എന്നതാണ്. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ആ പ്രയോഗം എന്നതുകൊണ്ട് കൂടിയാണ്. അതിനു വേണ്ടി നടപ്പാക്കാൻ പോകുന്ന പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ അത് രാജ്യസ്നേഹപരമാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് പോകാനുള്ളത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാനമായ തീരുമാനത്തെക്കുറിച്ചാണ്. വേണമെങ്കിൽ പ്രസിഡൻഷ്യൽ സംവിധാനത്തിലേക്ക് കാര്യങ്ങളെ വളരെ വേഗത്തിൽ കൊണ്ടെത്തിക്കാൻ പോകുന്ന ആ മട്ടിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു പദ്ധതിയെക്കുറിച്ചുള്ള പരാമർശം കൂടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തെക്കുറിച്ച് കൂടി അദ്ദേഹം പറഞ്ഞുപോയി. വളരെ പെട്ടെന്ന് ആ വിഷയത്തിലേക്ക് കൂടി വരേണ്ടതുണ്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. You are watching 24 Prime Hours. വീണ്ടും എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് ജെ ആർ പത്മകുമാർ, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പിൻവാതിലിലൂടെ ഒരു എക്സിക്യൂട്ടീവ് പ്രസിഡന്റിനെ നിയമിക്കാനുള്ള നീക്കമാണ് എന്നതാണ് പൊതുവെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുയർന്ന ആരോപണം. ഇന്നിപ്പോൾ പ്രധാനമന്ത്രി ആ ലക്ഷ്യം നടപ്പാക്കാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഭരണഘടന എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽഷിപ്പിലേക്കുള്ള ഒരു കാൽവെപ്പാണ് എന്നുള്ളൊരു താങ്കളുടെ വിലയിരുത്തൽ ശരിയല്ല, അപക്വമാണ്. അത്തരത്തിലുള്ളൊരു ഉദ്ദേശം നിലവിലില്ല. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുമ്പ് ഇതേപോലെ ഒരേ സമയത്ത് തന്നെ ലോകസഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അതിന് മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇന്ത്യയിൽ
ഒരേ സമയത്ത് അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും തെരഞ്ഞെടുപ്പ് വേണമെന്നൊരു സജഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് വിവിധ തലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീ JR പത്മകുമാർ, ഇക്കാര്യത്തിൽ നീതി ആയോഗിന്റെ നിർദ്ദേശം ഇത് എങ്ങനെ നടപ്പാവും എന്നുള്ളതുണ്ടല്ലോ. വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലൊക്കെ ഇത് ഒന്നാമത് വ്യത്യസ്ത രാഷ്ട്രീയ ക്രമം, വ്യത്യസ്ത രാഷ്ട്രീയ ചിത്രം ഉള്ള ഒരു സാഹചര്യമാണ്. അതിനെ മൊത്തത്തിൽ അഴിച്ചു പണിയണമെങ്കിൽ അത് എങ്ങനെ നടപ്പാക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ നീതി ആയോഗ് പറയുന്നത് ലോക്സഭ പിരിച്ചുവിടൽ ഒഴിവാക്കാനായില്ലെങ്കിൽ ഭരണം പ്രസിഡന്റിനെ ഏൽപ്പിക്കാവുന്നതും അദ്ദേഹം നിയമിക്കുന്ന ഒരു മന്ത്രിസഭയുടെ സഹായത്തോടെയും ഉപദേശങ്ങളോടെയും അടുത്ത സഭ രൂപീകരിക്കുന്നതുവരെ ഭരിക്കാവുന്നതുമാണ് എന്നാണ്. അത് വ്യക്തമായി പറയുകയാണ്. ഇത് തന്നെയാണ് സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും. അതായത് പ്രസിഡന്റിന് ഭരിക്കാവുന്ന ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് സംജാതമാവുന്നു എന്നതാണ് അതിപ്പോൾ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് താങ്കൾ വളരെ വേഗത്തിൽ പറയും. പക്ഷേ പ്രസിഡന്റിന് ഭരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ. അല്ലാതെ നീതി ആയോഗിന്റെ താങ്കൾ പറഞ്ഞത് നീതി ആയോഗിന്റെ നിർദ്ദേശമാണെങ്കിൽ അത് ചർച്ച ചെയ്ത് പാർലമെന്റിൽ ചർച്ച ചെയ്ത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ അതാണല്ലോ. എല്ലാ ബഹുഭൂരിപക്ഷം ആളുകളും ചർച്ച ചെയ്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നമുക്കൊരു തീരുമാനത്തിൽ എത്താം. ഇപ്പം നിലവിൽ പ്രസിഡന്റിഷിപ്പിലേക്ക് പോകുന്ന ഒരു നടപടി ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്, പാർലമെന്റിലും കേന്ദ്രത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൽ വ്യത്യസ്ത സമയങ്ങളിലാണ് നടക്കുന്നത്. ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, നേരത്തെ ഈ സൈന്യത്തിന്റെ കാര്യം അടക്കം കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയിലേക്ക് പോകാൻ എന്ന രീതിയിലേക്ക് പോകാൻ ആലോചിക്കുന്നത്. ആ രീതിയിലേക്ക് പോകാനുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് മുന്നിലുള്ളത് പ്രസിഡന്റിന്റെ ഇടപെടലും പ്രസിഡന്റിന്റെ ഭരണവും താൽക്കാലികമായി നടപ്പാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഒന്ന്, ഭരണഘടനാപരമായി അത് നടക്കില്ല. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്രായോഗികമാണ്. ഇപ്പം നമ്മളുടെ രാജ്യത്ത് ഒരു ഫെഡറൽ ഭരണഘടന നിൽക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന കക്ഷി തന്നെ താഴെ ഭരിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു സംസ്ഥാന ഗവൺമെൻറ് കൊലാപ്സ് ചെയ്യുന്ന എപ്പോൾ എന്നാർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല. അങ്ങനെ കൊലാപ്സ് ചെയ്താൽ 6 മാസത്തിനുള്ളിൽ ആ സംസ്ഥാനത്ത് പുതിയൊരു ഗവൺമെൻറ് ഉണ്ടാകണം. അതല്ലെന്ന് വരികില്ല അവരുടെ കാലാവധി നീട്ടുന്നതിന് വേണ്ടി പാർലമെൻറ്റ് നിയമം കൊണ്ടുവരണം. അങ്ങനെ പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ 6 മാസത്തിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റൂ. ഇപ്പം ഈ പറയുന്നത് വളരെ അപ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇന്ത്യ ഗവൺമെൻറ് ഒരിക്കൽ ഇന്ത്യയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരേ ദിവസം നടത്തി, ഒരേ കാലഘട്ടത്തിൽ നടത്തിയെന്നിരിക്കട്ടെ, ഒരു ഗവൺമെൻറ് അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സംസ്ഥാനത്ത് മാറിയാൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ കാത്തിരിക്കണം എന്നാണോ അതിൻ്റെ അർത്ഥം? ആ സാഹചര്യത്തെ കൂടി അട്ടിമറിക്കുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ അതിനും നിർദ്ദേശമുണ്ട് കൃത്യമായി. അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ താഴെ പോകുന്ന സ്ഥിതി ഉണ്ടായാൽ ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനൊപ്പം പകരം ഒരാളെ, പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള നിർദ്ദേശം കൂടി വയ്ക്കണം എന്നുള്ളതാണ്. അതായത് ഒരു സർക്കാരിനെ അവിശ്വാസത്തിലൂടെ പിരിച്ചുവിടാൻ കഴിയില്ല എന്ന അവസ്ഥ സംജാതമാകും എന്നർത്ഥം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ആയാറാം കയ്യാറാം വരികയും പോവുകയും ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഇവിടെ നിറഞ്ഞു പോകും. ഇന്ത്യൻ ഡെമോക്രസിയുടെ കടയ്ക്ക് കത്തിവെക്കുന്നതിന് തുല്യമാകും. ഒരു കാരണവശാലും ചെയ്യില്ല. ഗവൺമെൻറ് മോഹിക്കുന്നത് വേറെ ചില കാര്യങ്ങളിലാണ്. സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് പറയുന്നുണ്ടാകും. അതേസമയം വികസനത്തിന് കുറച്ച് സമയങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സേവിങ്സ്, ടൈം സേവിങ് അവ ആഗ്രഹിക്കുന്നുണ്ടാകാം. പക്ഷേ ഇന്ത്യൻ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിൽ ഇതുപോലൊരു നടപടി നിലനിൽക്കുകയില്ല. അത് ചെയ്യാനും സാധ്യമല്ല. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഈ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ സംവിധാനങ്ങളെ മൊത്തത്തിൽ അട്ടിമറിക്കുന്നതുമാണ് എന്നാണ് നേരത്തെ തന്നെ CPM ഈ വിഷയത്തെക്കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത്. ഇതേക്കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഘടനയെ ചർച്ചയ്ക്ക് എടുക്കുകയാണ് വീണ്ടും. എന്തായിരിക്കും സംഭവിക്കുക? ഇത് വളരെ അപകടകരമാണ്. നമ്മുടെ ഭരണഘടനയുടെ ഫെഡറൽ മൂല്യങ്ങളെ ആകെ ഇല്ലാതാക്കാനുള്ള നീക്കമാണ്. ഒരു സംശയവും വേണ്ട, രാജ്യത്തെ ഫെഡറൽ പ്രസിഡൻഷ്യൽഷിപ്പിലേക്ക് നയിക്കുക എന്നുള്ളത് BJPയുടെ എക്കാലത്തെ ഒരു അജണ്ടയാണ്. ആ അജണ്ട യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു സ്ലോഗൻ ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. BJP ഇതിനുവേണ്ടി കുറേ കാലമായി ക്യാമ്പയിൻ നടത്തുകയാണ്. ഇത് നമ്മുടെ ഫെഡറലിസത്തെ ഇല്ലാതാക്കും. അത് അമിതാധികാരത്തിലൂടെ കേന്ദ്രീകരണമുണ്ടാക്കി രാജ്യം നിലനിർത്താമെന്നൊക്കെ ഉള്ളതൊരു വ്യാമോഹമാണ്. ഇപ്പോൾ യൂഗോസ്ലോവിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കല്ലോട് കല്ല് ചേരാതെ തകർന്നുപോയ, ഫ്രാഗ്മെൻറ്റ് ചെയ്യപ്പെട്ട അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്.
ഇപ്പൊ 307 വകുപ്പ് എടുത്തു കളഞ്ഞതുമായി ബന്ധപ്പെട്ട് കാശ്മീരിൽ എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും. പക്ഷേ ഇവിടെ മാധ്യമങ്ങളുടെ വായൊക്കെ മൂടിക്കെട്ടി. യുഗോസ്ലാവിയയുടെ കാലമല്ല, ഇപ്പോ സാങ്കേതിക വിദ്യയുടെ പിൻബലമുണ്ട്. ഇപ്പോൾ എല്ലാത്തിനും മുകളിൽ സാങ്കേതിക വിദ്യയാണ്. ആ സാങ്കേതിക വിദ്യ ആരുടെ കയ്യിലാണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ടല്ലോ. സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് യൂഗോസ്ലോവിയയെ ശിഥിലീകരിച്ചത്. അതെല്ലാം നമുക്കറിയാം. നിരവധി പഠനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ ഒരു ഇന്ത്യയാണ് ഉണ്ടാക്കുന്നത്. ഏകരാജ്യ സിദ്ധാന്തം എന്ന് പറയുന്നത്, ഏക തെരഞ്ഞെടുപ്പ് സിദ്ധാന്തം എന്ന് പറയുന്നത് ഇന്ത്യയെ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ, അവർക്ക് എതിർപ്പില്ലാതെ രാജ്യത്തിൻ്റെ വിഭവങ്ങളെയും സമ്പത്തിനെയും എല്ലാം കൊള്ളയടിക്കാൻ കഴിയുന്ന, അതിന് മുകളിൽ സമ്പൂർണ്ണമായ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്ന. ഇപ്പോൾ 370 വകുപ്പ് എടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ്, കാശ്മീരിൽ സ്വത്ത് വാങ്ങാനുള്ള, ഭൂമി വാങ്ങാനുള്ള അവകാശം റിലയൻസിന് കിട്ടുവാണ്. തങ്ങൾക്ക് നിക്ഷേപം നടത്തണമെങ്കിൽ 370 വകുപ്പും അതിൻ്റെ അനുബന്ധമായി നിലനിന്നിരുന്ന വ്യവസ്ഥകളും തടസ്സമായിരുന്നു. ഇത് തന്നെയാണ് രാജ്യം സംഭവിക്കുന്നത്. വിവിധ വിഷയങ്ങൾ ഇന്നിപ്പോ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് വിവിധ വിഷയങ്ങളാണ്. സുപ്രധാനമായി നടപ്പാക്കിയ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ 370 എടുത്ത് കളഞ്ഞതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി. അതേക്കുറിച്ചും ചർച്ചയാകാവുന്നതാണ്. കാരണം ഇപ്പോൾ നാഗ സംഘടനകളെല്ലാം അവരുടെ സ്വന്തം കൊടി ഉയർത്തിയാണ് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. അതടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. തീർച്ചയായും ഇതിൻ്റെ നടത്തിപ്പിൽ തുടർന്ന് ഗൗരവതരമായ ചർച്ചകൾ ഉണ്ടാവും എന്ന് ഉറപ്പാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. എല്ലാവർക്കും സമയപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത്. നന്ദി ഒരിക്കൽ കൂടി. എൻകൗണ്ടറോടെ പൂർത്തിയാവുന്നു. നമസ്കാരം. You are watching 24 from News Headquarters, Kochi. Warrior Silk Shirts Encounter സമർപ്പിക്കുന്നത് Warrior Denim and Casuals, the game changer. Powered by Seat Mileage X3, the 1 lakh kilometer tire. Seat, it helps. In association with Vincos മസാലകൾ, കറി പൗഡറുകൾ, പതിവാക്കൂ ശുദ്ധമായതിനെ എന്നെന്നും. ഇന്നത്തെ വാർത്താ ദിനം co-sponsored by Brights of India from Malabar Gold and Diamonds. Nucleus, live life. Builder, hotelier, designer. MyG Future. സമാനതകളില്ലാത്ത ഡിജിറ്റൽ ഷോപ്പിംഗ് അനുഭവം. ചില നിർമ്മാണങ്ങൾ ചരിത്രമാവും. എക്സലന്റ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. കൊല്ലം പാരിപ്പള്ളി. നമുക്ക് കൈകോർക്കാം ഒരു നവ കേരളത്തിനായി. സ്റ്റാൻഡ് വിത്ത് കേരള, സപ്പോർട്ടഡ് ബൈ ചന്ദൂസ് കാറ്ററിംഗ്.